ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാ റെസിപ്പിയാണ്. അതായത് ഇഡ്ഡലി കൊണ്ടുള്ള ഒരു ഉപ്പുമാ റെസിപ്പിയാണ്. നമ്മുടെ വീടുകളിൽ പലപ്പോഴും ഇഡ്ഡലി, ദോശ എന്നിവ ബാലൻസ് വരാറുണ്ട്. ആ ബാലൻസ് വരുന്ന ദോശയും ഇഡ്ഡലിയും നമുക്ക് വീണ്ടും കഴിക്കാൻ മടി തോന്നാറുണ്ട്. അതുകൊണ്ട് ഈ ബാലൻസ് വരുന്ന ഇഡ്ഡലിയും ദോശയും കൊണ്ട് നമുക്കൊരു ഉപ്പുമാ റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. ഓക്കെ, അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഓയിൽ, കടുക്, കറിവേപ്പില, ഉള്ളി, ഒരു ഗ്രീൻ ചില്ലി. ഓക്കെ, ഇത്ര ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് അതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. കാരണം ഓൾറെഡി ഇഡ്ഡലിയിൽ ഉപ്പുള്ളത് കൊണ്ട് നമുക്കൊരു ശകലം ഉപ്പേ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതൊരു 6 ഇഡ്ഡലിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ഓൾറെഡി ഞാൻ പൗഡർ ഫോമിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിനെ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ഒരു പൗഡർ ഫോമിലാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് ആഡ് ചെയ്യാനൊക്കെ നമുക്ക് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഓൾറെഡി ഇഡ്ഡലി വെന്തിട്ടുണ്ട്. എന്നാൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിനായിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഉപ്പുമാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങളും കഴിച്ചു നോക്കുക. നല്ല ടേസ്റ്റ്. ഒരു പ്രാവശ്യം നിങ്ങളും ട്രൈ ചെയ്യുക. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഓക്കെ, ഇത് നമ്മുടെ ഇവിടെ ഉപ്പുമാ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ, കാണാൻ തന്നെ ഒരു നല്ല ടേസ്റ്റുള്ള വിഭവമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇത് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. വെറുതെ ഇഡ്ഡലി ദോശയും വേസ്റ്റാക്കി കളയാതെ ഈ ഒരു റെസിപ്പി നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ.